സമീപത്ത് താമസിക്കുന്ന അമ്മയാണ്. ഈ അമ്മയാണ് വിശാലിനെ വളർത്തിയത്. കാരണം വിശാലിൻ്റെ അമ്മ ചെറുപ്പത്തിൽ വിശാലിനെ ഈ അമ്മയെ ഏൽപ്പിച്ചിട്ട്, വിജയമ്മയെ ഏൽപ്പിച്ചിട്ട് വിദേശത്തേക്ക് ജോലിക്ക് പോയിട്ടുണ്ടായിരുന്നു. അതിനുശേഷം വിശാലിനെ വളർത്തിയത് മുഴുവൻ വിജയമ്മ എന്ന് പറയുന്ന തൊട്ട് അയൽപക്കത്ത് താമസിക്കുന്ന അമ്മയാണ്. അമ്മയ്ക്ക് ഈ നിമിഷത്തെ എങ്ങനെ ഉൾക്കൊള്ളാൻ സാധിക്കുമെന്ന് എനിക്കറിയില്ല. നമ്മൾ ഈ വിശാലിൻ്റെ കാര്യം അന്വേഷിച്ചപ്പോൾ മുതൽ അമ്മ കരയുകയാണ്, കണ്ണുനീര് വന്നുകൊണ്ടേയിരിക്കുകയാണ്. അമ്മ ഇന്ന് അന്തിമ വിധി വരികയാണ്. അമ്മയ്ക്ക് എന്താ പറയാനുള്ളത്? ഈ കൂടം ക്രൂരത ചെയ്തവർക്ക് പരമാവധി ശിക്ഷ വാങ്ങിക്കൊടുക്കണം. ഇനി മേൽ ആരോട് ഇങ്ങനൊരു ക്രൂരത ചെയ്യരുത്. വിശാലിനെ പറ്റിയുള്ള ഓർമ്മകൾ എങ്ങനെയാണ്? എപ്പോഴാണ് അമ്മയുടെ അടുത്തോട്ട് വരുന്നത്? എത്ര വയസ്സിലാണ് ഇവിടെ കൊണ്ടുവരുന്നത്? 6 മാസമായി. പ്രസവിച്ച് 6 മാസമായപ്പോഴാണ്. വളർത്തിയതെല്ലാം വിജയമായിരുന്നു. ഏറെക്കുറവല്ല. അന്നൊക്കെ അവൻ്റെ അമ്മൂമ്മ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പം തൊട്ട് വിശാൽ ഇവിടെ തന്നെയായിരുന്നു. ഈ പോയതും എൻ്റെ അടുക്കൽ നിന്ന് ഇറങ്ങിപ്പോയതും അന്ന് അവസാനമായിട്ട് പോകുന്നതും. എന്തോ പറഞ്ഞെന്നൊക്കെ ഓർക്കുന്നുണ്ടോ? കോളേജിൽ പോകാമെന്നും എനിക്കൊരു തലവേദനയായിട്ട് എനിക്ക് വയ്യാതെ അവൻ വന്നിട്ട് ആശുപത്രിയിൽ കൊണ്ടുപോകാമെന്നും കോളേജിൽ പോയിട്ട് നേരത്തെ വരാമെന്നും ഒക്കെ പറഞ്ഞിട്ടാണ് പോയത്. എനിക്കൊരു സ്വന്തം മകൻ തന്നെയായിരുന്നില്ലേ, കുഞ്ഞു തന്നെയായിരുന്നില്ലേ? ആയിരുന്നു. പിന്നീട് ആ ഒരു വിയോഗം അത് അമ്മയ്ക്ക് എത്രമാത്രം മനപ്രയാസം ഉണ്ടാക്കുന്നുണ്ട്? എനിക്ക് താങ്ങാനാകാത്ത മനപ്രയാസം ഇപ്പോഴും അന്നും ഇന്നും ഒരുപോലെ തന്നെയുണ്ട്. എന്തായാലും ആ വിധി വരികയാണ്. വിശാലിന് നീതി കിട്ടും, പ്രതികൾക്കൊക്കെ ഏറ്റവും പരമാവധി ശിക്ഷ തന്നെ ലഭിക്കുമെന്നുള്ളൊരു പ്രതീക്ഷ തന്നെ ഉണ്ടല്ലേ? അങ്ങനെയുള്ള പ്രതീക്ഷ ഉണ്ട്. ദൈവം കൊടുക്കട്ടെ. വിശാൽ എങ്ങനെയായിരുന്നു? ഈ നാട്ടുകാർക്കൊക്കെ എങ്ങനെയായിരുന്നു? നാട്ടുകാർക്കൊക്കെ അവന് എല്ലാ മനുഷ്യർക്കും ഉപകാരം. നാട്ടുകാർക്ക് എല്ലാവർക്കും അവനോട് സ്നേഹവും ആയിരുന്നു. ഈ സംഭവം അറിഞ്ഞപ്പോൾ ഈ നാട്ടിൽ അമ്മനോട് സ്നേഹിക്കുന്നവർക്കെല്ലാം അവരോരുടെ ഒരു മകൻ പോയ പോലുള്ള ദുഃഖമായിരുന്നു. പഠനത്തിലൊക്കെ എങ്ങനെയായിരുന്നു? പഠനത്തിൽ മിടുക്കനായിരുന്നു. അവന് LLBക്ക് ചേർത്ത് അതിൻ്റെ ഇതെഴുതി അതിൻ്റേത് അവന് റാങ്ക് ലിസ്റ്റിൽ അവൻ്റെ പേര് വന്നതാണ്. ഇവിടെ ഹരി സാറെന്നും പറഞ്ഞ ഒരാളുണ്ടാകാം, സാറാണ് കൊണ്ടുപോയതുമൊക്കെ. ഇതിൻ്റെ റാങ്ക് ലിസ്റ്റിൽ അവൻ്റെ പേരും വന്നതാണ്. എന്തായാലും അമ്മ വിശാലുമായിട്ടുള്ള ഓർമ്മകൾ നമ്മളോടൊപ്പം പങ്കുവയ്ക്കുകയായിരുന്നു. 6 മാസം, അതായത് പ്രസവിച്ച് 6 മാസം ഉള്ള സമയത്ത് ഇങ്ങോട്ടേക്ക് എത്തിയതാണ് അവർ. അതിനുശേഷം വിശാലിനെ വളർത്തിയതിലടക്കം വിജയമ്മ ഉൾപ്പെടെയുള്ള ആളുകൾ അവർ സ്വന്തം കുഞ്ഞിനെ പോലെ വളർത്തിയതാണ്. അതുകൊണ്ട് തന്നെ